നമസ്കാരം. കേവലം 10 നിമിഷങ്ങൾ അതിനുള്ളിൽ എല്ലാം തകിടം മറിഞ്ഞു. ലോക രാഷ്ട്രീയം തന്നെ മാറി മറിഞ്ഞു. പറഞ്ഞു വരുന്നത് ഡൊണാൾഡ് ട്രംപും വൊളോദിമിർ സെലൻസ്കിയും തമ്മിൽ ഓവൽ ഓഫീസിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ചയാണ്. വലിയ പ്രതീക്ഷയായിരുന്നു, ലോകത്തിന് വലിയ പ്രതീക്ഷയായിരുന്നു. റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിക്കുന്നതിന്റെ ഭാഗമായി അമേരിക്കയിലേക്കുള്ള ഉക്രൈനിയൻ പ്രസിഡന്റ് വൊളോദിമിർ സെലൻസ്കിയുടെ സന്ദർശനവും ട്രംപ് ആതിഥ്യമരുന്നതും അവർ തമ്മിലുള്ള സംസാരം ഏതാണ്ട് ഒരു ധാരണയിൽ എത്തിയതിനു ശേഷമാണ്. ധാതു കരാർ, മിനറൽസ് ആൻഡ് മെറ്റൽസ് കരാർ, ആ കരാർ ഒപ്പിടുന്നതിന്റെ ഭാഗമായിട്ട് സെലൻസ്കി എത്തി എങ്കിൽ പോലും അതിന്റെ ഭാഗമായി യുദ്ധം ഉടനെ അവസാനിക്കും, അമേരിക്കയും ഉക്രൈനും തമ്മിൽ കരാറിൽ ഏർപ്പെടും, അങ്ങനെ വെടിനിർത്തൽ നിലവിൽ വരും എന്ന പ്രതീക്ഷയാണ് അസ്ഥാനത്തായത്. നമുക്ക് ആ ദിവസം, അതായത് ആ അഭിശപ്തമായ 10 നിമിഷങ്ങളിൽ സംസാരിച്ചത് എന്തെല്ലാമാണ്, എവിടെയാണ് വഴി തെറ്റിയത്, ഇതിനെക്കുറിച്ച് ഒരു കൃത്യമായ അറിവ് ഒരുപക്ഷെ പ്രേക്ഷകർക്ക് ആവശ്യമുണ്ട്. അത് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊരു വീഡിയോയിൽ ഇതിന്റെ പരിണിത ഫലം, ഈ തകർച്ചയുടെ അല്ലെങ്കിൽ ഈ സംഭാഷണം തകർന്ന തരിപ്പണമായതിന്റെ പരിണിത ഫലം എന്തായിരിക്കും എന്ന് മറ്റൊരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നതിനാൽ ഇപ്പോൾ ആ കാര്യങ്ങൾ വിശദീകരിക്കുന്നില്ല. 10 മിനിറ്റിലെ സംഭവങ്ങളെ സംക്ഷിപ്തമായി ഒന്ന് പറയാൻ ശ്രമിക്കുകയാണ്. 1, സെലൻസ്കി ട്രംപ് കൂടിക്കാഴ്ചയിൽ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു, അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ.ഡി. വാൻസ്. ജെ.ഡി. വാൻസ് ആണ് സംഭാഷണം തുടങ്ങി വെച്ചത്. ആ തുടങ്ങിയ സമയത്ത് തന്നെ യഥാർത്ഥത്തിൽ പ്രിഫറൻസസ് വളരെ ക്ലിയർ ആണ്. തുടങ്ങിയ സമയത്ത് തന്നെ ജെ.ഡി. വാൻസ് പറഞ്ഞു, നിങ്ങൾക്ക് നയതന്ത്രത്തിനൊരു അവസരം കൊടുത്തുകൂടി, റഷ്യയുമായി തന്ത്രപരമായ ചർച്ചകളിൽ ഏർപ്പെട്ട് നിങ്ങൾക്ക് ഉക്രൈനെ എന്തുകൊണ്ട് ഇത് നീട്ടിക്കൊണ്ടു പോകാതെ അവസാനിപ്പിച്ചുകൂടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ തിരിച്ച് സെലൻസ്കി ചോദിക്കുകയാണ്, ഞങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നയതന്ത്രം നടത്തേണ്ടത്? 2014 ക്രൈമിയ ആക്രമിച്ചു, കീഴടക്കി, ഞങ്ങളുടെ പ്രദേശമാണ്, റഷ്യ കീഴടക്കി, നിങ്ങളൊന്നും ചെയ്തില്ലല്ലോ. അതിനുശേഷം 2019 ഒരു സമാധാന കരാർ നിലവിൽ വന്നു. അതിനുശേഷം പല ആവർത്തി പുട്ടിന്റെ ഭാഗത്ത് നിന്ന് ആക്രമണങ്ങൾ ഉണ്ടായി, നിങ്ങളൊന്നും ചെയ്തില്ലല്ലോ. പിന്നീട് നിങ്ങൾ ഞങ്ങൾ സഹായത്തിന് വന്നു എന്ന് പറഞ്ഞപ്പോൾ അത് വൈകിപ്പോയി. അപ്പോൾ നയതന്ത്രത്തിന് ഒരു സാധ്യതയും ഇല്ലാതിരുന്ന സമയത്ത് ഞങ്ങൾ എന്തുകൊണ്ട് ഏകപക്ഷീയമായി പുടിനോട് സംസാരിച്ച് നയതന്ത്ര പാത ഒരുക്കിയില്ല എന്ന് പറയുന്നതിന്റെ ഒരു അസ്വീകാര്യത സെലൻസ്കി വെളിപ്പെടുത്തി. അങ്ങനെ അസുഖകരമായ രീതിയിലാണ് 1ാം റൗണ്ട് നടന്നത്. അപ്പോൾ അത് തീർച്ചയായും അത്ര സുഖകരമായ ഒരു അനുഭവമായിരുന്നില്ല വൈസ് പ്രസിഡന്റ് ജെ.ഡി. വാൻസിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അദ്ദേഹം അത് പറയുകയും ചെയ്തു, ദി പ്രസിഡന്റ് ഉക്രൈൻ ഈസ് ബീയിങ് ഡിസ്റെസ്പെക്ട്ഫുൾ എന്ന രീതിയിൽ അദ്ദേഹം സംസാരിക്കുകയും ചെയ്തു. അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, എങ്ങനെയാണ് ഉക്രൈന് ഫീൽ ചെയ്യുന്നത് എന്ന് സെലൻസ്കി പറഞ്ഞു. അമേരിക്ക പറഞ്ഞു, ഞങ്ങൾക്കും ഫീൽ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾ റഷ്യയോട് കാണിച്ചത്, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യയോട് കാട്ടുന്ന ഈ സൗഹൃദം യഥാർത്ഥത്തിൽ ധൃതരാഷ്ട്ര ആലിംഗനമാണ്. ഇത് നിങ്ങൾക്ക് ആത്യന്തികമായി ദോഷം ചെയ്യും. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത്, അമേരിക്ക വിചാരിക്കുന്നു, നിങ്ങളുടെ ഇടയിൽ ഒരു വലിയ കടലുണ്ട്, അതായത് അറ്റ്ലാന്റിക് ഓഷ്യൻ അല്ലെങ്കിൽ പസഫിക് ഓഷ്യൻ, അത് കടന്ന് റഷ്യ അമേരിക്ക ആക്രമിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഞങ്ങൾ അടുത്ത് നിൽക്കുന്ന രാജ്യമാണ്, റഷ്യയോട് ചേർന്ന് നിൽക്കുന്ന രാജ്യമാണ് ഉക്രൈൻ ഭൂമിശാസ്ത്രപരമായി. അതുകൊണ്ട് ഞങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യും, ഞങ്ങളുടെ എത്ര ജീവനാണ് നഷ്ടപ്പെട്ടത്, ദശലക്ഷക്കണക്കിന് ആളുകളാണ് ഡിസ്പ്ലേസ്ഡ് ആയത്. അപ്പൊ ഞങ്ങളുടെ ഫീലിംഗ് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന് പറഞ്ഞപ്പോൾ ട്രംപിന് മുഖത്ത് അടിയേറ്റതുപോലായി. കാരണം ട്രംപിന്റെ നയത്തെയാണ് സെലൻസ്കി വെല്ലുവിളിച്ചിരിക്കുന്നത്. തങ്ങളെ ഉൾപ്പെടുത്താതെ, ഉക്രൈനെ ഉൾപ്പെടുത്താതെ, യൂറോപ്യൻ യൂണിയനെ ഉൾപ്പെടുത്താതെ റഷ്യയുമായി നേരിട്ട് സംസാരിക്കുകയാണ്. അതും സൗദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദിൽ വെച്ച് റഷ്യ അമേരിക്ക ഉച്ചകോടി നടത്തുകയാണ്, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് തലത്തിലുള്ള സംഭാഷണം നടത്തുകയാണ്. അത് പിന്നീട് പുടിൻ ട്രംപ് ചർച്ചയിലേക്ക് നീങ്ങും എന്ന രീതിയിലാണ്. അപ്പോൾ ഉക്രൈനെ പങ്കെടുപ്പിക്കാതെ ഇരുന്നതിന്റെ ഒരു വിഷമം, ഒരു ബുദ്ധിമുട്ട്, അത് ഒരു വെയിൽഡ് ലാംഗ്വേജിൽ സെലൻസ്കി പറയുന്നതാണ്. രണ്ടാമത്തെ കാര്യം, അതാണ് പുടിനെ ചൊടിപ്പിച്ചത്. അങ്ങനെ വൈസ് പ്രസിഡന്റ് ജെ.ഡി. വാൻസുമായി തുടങ്ങിയ ചർച്ച ട്രംപ് പെട്ടെന്ന് ഏറ്റെടുക്കുന്ന ഒരു കാഴ്ച കണ്ടു. അതിനോട് വളരെ മുഖം കറുപ്പിച്ചുകൊണ്ട് തന്നെയാണ് ട്രംപ് പ്രതികരിച്ചത്. നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കാറായിട്ടില്ല,
ഞങ്ങൾക്ക് ഇങ്ങനെ ഫീൽ ചെയ്യും എന്ന രീതിയിൽ നിങ്ങൾ പറയാറായിട്ടില്ല. സ്വന്തം കാര്യം ആദ്യം നോക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് മുന്നോട്ട് കാര്യങ്ങൾ പോകാൻ ആവില്ല. നിങ്ങളുടെ ദൗർബല്യം നിങ്ങൾ മനസ്സിലാക്കണം എന്ന രീതിയിൽ ട്രംപ് ശാസനപരമായി സെലൻസ്കിയോട് സംസാരിക്കുന്നതാണ് രണ്ടാമത്തെ ഒരു ടേണിംഗ് പോയിന്റ്. ഇതെല്ലാം 10 മിനിറ്റിനുള്ളിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത്, സെലൻസ്കി പറയുന്നു വി ആർ എലോൺ, ഞങ്ങൾ ഒറ്റയ്ക്കാണ്. അപ്പൊ ട്രംപ് എടുത്തടിച്ചു പറഞ്ഞു, നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളോടൊപ്പം ഞങ്ങൾ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ $350 ബില്യൺ സഹായമാണ് നിങ്ങൾക്ക് ഞങ്ങൾ നൽകിയത്. അതോടൊപ്പം യൂറോപ്യൻ യൂണിയനും ഉണ്ടായിരുന്നു. നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ 7 ദിവസം പോലും നിങ്ങൾക്ക് റഷ്യയുമായി പിടിച്ചു നിൽക്കാനാവില്ലായിരുന്നു. വീണ്ടും ട്രംപ് പറയുന്നു, നിങ്ങളുടെ ബലഹീനത നിങ്ങൾ മനസ്സിലാക്കണം, എത്രയും പെട്ടെന്ന് കരാർ ഒപ്പിട്ട്, റഷ്യയുമായി കരാർ ഒപ്പിട്ട് സമാധാനം സ്ഥാപിക്കുകയാണ് വേണ്ടത്, റെസിസ്റ്റ് ചെയ്ത് നിൽക്കരുത് എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ വലിയ തോതിലാണ് ഈ പറയുന്ന ഒറ്റയ്ക്കാണോ അല്ലയോ എന്നത്. അപ്പോഴും വീണ്ടും ചർച്ചകൾ നീങ്ങുന്നത് ഇപ്പോൾ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം റഷ്യയുമായി വർദ്ധിച്ചു വരുന്ന ഒരു സഹകരണം. അപ്പൊ ഞങ്ങൾ ഒറ്റയ്ക്കാകുന്നു എന്ന ഫീലിംഗ് സെലൻസ്കി വീണ്ടും പറയുന്നു, ഞങ്ങൾ വീണ്ടും ഒറ്റയ്ക്കാകുന്നു, നിങ്ങൾ മച്ചാനുമായി മാറുന്നു, ഞങ്ങൾ വീണ്ടും ഒറ്റയ്ക്കാകുന്നു. ഒരുപക്ഷെ ആത്യന്തികമായി യൂറോപ്യൻ സമൂഹം മാത്രമേ ഉള്ളൂ, പടിഞ്ഞാറൻ യൂറോപ്യൻ സമൂഹം. അവർക്ക് അത്ര ഉണ്ടാവില്ല. അമേരിക്കയുടെ അത്രയും പണം ചെലവാക്കാനോ സായുധ സന്നാഹം ഒരുക്കാനോ സുരക്ഷ ഒരുക്കാനോ സാധിക്കില്ല. അത് മാത്രമല്ല, സെലൻസ്കി ആ ഘട്ടത്തിൽ വീണ്ടും ആവശ്യപ്പെടുന്നുണ്ട്, ഞങ്ങൾക്ക് ആവശ്യം ഗ്യാരണ്ടീസ് ആണ്, ഞങ്ങൾക്ക് ആവശ്യം സെക്യൂരിറ്റി ഗ്യാരണ്ടീസ് ആണ്. ഇവിടുത്തെ പ്രധാന വിഷയം എന്ന് പറഞ്ഞാൽ, ചർച്ചയിലെ പ്രധാന ഇതിവൃത്തം യഥാർത്ഥത്തിൽ ഒരു ഇക്കണോമിക് ട്രാൻസാക്ഷൻ ആണ്, ട്രേഡ് ആണ്, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ആണ്. അമേരിക്കയുടെ വലിയ നിക്ഷേപം ഉണ്ടാകുന്നു, ധാതു മണൽ ഖനന മേഖലയിൽ നിക്ഷേപം ഉണ്ടാകുന്നു. അങ്ങനെ ഒരു $500 ബില്യൺ ഒരു കച്ചവടമാണ്. കച്ചവടം എന്ന് പറയാനാവില്ല, ഒരു ഇൻവെസ്റ്റ്മെന്റും ടെക്നോളജിയും എല്ലാം ചേർന്ന ഒരു 50-50 പാർട്ട്ണർഷിപ്പ് ആൻഡ് അഗ്രിമെന്റ്. അതെല്ലാം ഉക്രൈന്റെ വിഭവങ്ങളുടെ പേരുള്ള അമേരിക്കയുടെ ഭാഗികമായ നിയന്ത്രണം ഉറപ്പുവരുത്താനുള്ള കരാറാണ്. അതിന്റെ ഭാഗമായി സുരക്ഷാ കരാർ അതിന്റെ കൂടെ ഭാഗമായി ഉണ്ടാവണം എന്ന സെലൻസ്കിയുടെ ആഗ്രഹം സാധ്യമല്ല എന്ന രീതിയിൽ ട്രംപ് കടുപ്പിച്ചു പറഞ്ഞപ്പോഴാണ് മൂന്നാം ഘട്ടത്തിൽ, അത് ചർച്ചയുടെ 10 മിനിറ്റിന്റെ മൂന്നാം ഘട്ടത്തിൽ വീണ്ടും അവതാളത്തിലായി. അവസാന ഘട്ടം എന്ന് പറയുന്നത് സെലൻസ്കിയുടെ ആറ്റിറ്റ്യൂഡിനെ JD വാൻസും ട്രംപും കഠിനമായി വിമർശിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് യുദ്ധം അവസാനിപ്പിക്കാൻ താല്പര്യമില്ല, ഉക്രൈന്റെ ആവശ്യമാണ് യുദ്ധം, നിങ്ങൾ ബലഹീനരാണ്, റഷ്യക്കെതിരെ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാനാവില്ല, നിങ്ങൾ മര്യാദയ്ക്ക് യുദ്ധം അവസാനിപ്പിക്കണം. അത് മാത്രമല്ല, യു ആർ നോട്ട് താങ്ക്ഫുൾ, ബി താങ്ക്ഫുൾ. JD വാൻസ് ഒരിക്കൽ ഉറച്ചു പറഞ്ഞു, സെലൻസ്കിയോട് പറഞ്ഞു, രൂക്ഷമായി പറഞ്ഞു, ജസ്റ്റ് സേ താങ്ക് യു. അതായത് അമേരിക്ക ഇതുവരെ നൽകിയ എല്ലാ സഹായങ്ങൾക്കും നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കണം, നന്ദി പ്രകടിപ്പിക്കണം. ലോകത്തിന്റെ ക്യാമറ കണ്ണുകളുടെ മുമ്പിൽ ഉക്രൈന്റെ പ്രസിഡന്റ് നന്ദി പ്രകടിപ്പിക്കണം അമേരിക്കയോട്. ഇതൊരു പക്ഷേ ഒരു അതിഥിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ക്രൂരതയാകും. നന്ദികേടെന്നുള്ളതല്ല, ഒരു ഔചിത്യ കുറവ് അതിനകത്തുണ്ട്. അതിഥി ദേവോ ഭവ എന്ന് പറയുകയും അതിഥിയായി അമേരിക്കയിലേക്ക് എത്തുന്ന ഉക്രൈനിയൻ പ്രസിഡന്റ് വോളോദിമിർ സെലൻസ്കിയോട് നിങ്ങൾ ഞങ്ങളോട് മാപ്പ് പറയൂ, സോറി എന്ന് പറയൂ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നന്ദി എന്ന് പറയൂ, അല്ലെങ്കിൽ ഇതുവരെ നന്ദി പറയാത്തതിന് ക്ഷമ പറയൂ എന്നൊക്കെ പറഞ്ഞാൽ, അത് ആത്മാഭിമാനം, ഉക്രൈൻ എത്ര ചെറിയ രാജ്യമാണെങ്കിലും അമേരിക്കയുമായി തട്ടിച്ചു നോക്കുമ്പോൾ എത്ര ബലഹീനമായ രാജ്യമാണെങ്കിലും അത് ഒരു പക്ഷേ ഇറ്റ് ഇസ് ലൈക്ക് ഹിറ്റിംഗ് ബിലോ ദ ബെൽറ്റ്. അങ്ങനെ കൂടിക്കാഴ്ച അലസിപ്പിരിഞ്ഞു. അതിനുശേഷം സംഭവിക്കേണ്ട ജോയിന്റ് പ്രസ് കോൺഫറൻസ് ഒഴിവാക്കി ഉക്രൈനിയൻ പ്രസിഡന്റ് വിമാനം കയറി. അങ്ങനെ ലോകം പ്രതീക്ഷിച്ചിരുന്ന, വലിയ പ്രതീക്ഷയോടെ കാത്തിരുന്ന റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ പരിസമാപ്തി അമേരിക്കയുടെ ഇടപെടലോടുകൂടി ഉടനടി അവസാനിക്കുമെന്ന പ്രതീക്ഷ അസ്ഥാനത്തായിരിക്കും.